അപ്പം എന്താണ് സുഖല്ലേ? അപ്പോൾ ഇന്ന് എന്താ ടോപ്പിക് എന്നല്ലേ? ഇന്ന് വേറൊന്നുമല്ല, ഷാജും അതേപോലെ ഷെരീഫും തമ്മിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റ് ഷാജിദ പുറത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് നമുക്കത് പറഞ്ഞാലോ. അപ്പം ആദ്യം നമുക്ക് എന്താണ് ചാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചാറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷെരീഫിക്ക, ഞാൻ ആ ചാറ്റ് ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട് മോനെ. ഷെരീഫിക്ക ഇതാ കണ്ടോളി, കാണണ്ടവർ കണ്ടോളി. 2 മണിക്ക് 3 മണിക്കൊക്കെ ഷെരീഫിക്കാൻ്റെ ലീലാവിലാസങ്ങൾ നമ്മളെ ഷെരീഫിക്ക ചാറ്റ് ചെയ്യുന്നത് എല്ലാം ഇതിലുണ്ട്. ഷെരീഫിക്ക, നിങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തു അല്ലേ? ഷോ, എന്തിനാ ഡിലീറ്റ് ചെയ്തത്? ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുത്തുമണിയെ. ഡിലീറ്റ് ചെയ്താൽ അത് പോകുന്നില്ല. ഓക്കേ. എന്തേ ഡിലീറ്റ് ചെയ്തു? പേടിച്ചിട്ടാണോ? പണിയാ ഡിലീറ്റ് ചെയ്തത്? ഞാൻ ഇവിടെ വെക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. ഞാൻ നോക്കുമ്പോൾ ഞാൻ മൂപ്പരാൾ വിചാരിച്ചു ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ചാറ്റ് വെച്ചിരിക്കുന്നത്. അല്ല മുത്തുമണി, ഞാനത് തെളിവ് സഹിതം ഇവിടെ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടി. ഒരു എന്തായാലും ഷെരീഫ് ഖാൻ്റെ സ്വഭാവം മാറുന്ന 100% എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാനത് തെളിവ് സഹിതം ചാറ്റുന്നതോട് കൂടിയിട്ട് തന്നെ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുത്തുമണി ഷെരീഫേ. അപ്പോൾ ഷെരീഫക്ക കുടുംബം നേരാക്കാൻ ഈ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ കെട്ടിയുള്ള ഉറക്കി കിടത്തിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ കുളിക്കാൻ കയറിയിട്ടൊക്കെയാണ് വീഡിയോ കോൾ വിളിയും ബാക്കിയുള്ളതും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പോൾ കൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കരുത് ഒരിക്കലും. ഓക്കെ. എല്ലാവരും അത്ര പെർഫെക്റ്റ് അല്ല, ആരും ഈ ദുനിയാവിൽ അത്ര പെർഫെക്റ്റ് അല്ല, എല്ലാവരും കണക്കാണ്. അപ്പോൾ നോക്കിയും കണ്ടും കളിക്കുക. കളി തുടങ്ങുകയാണ് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ പിന്നാലെ ഷെരീഫക്കാക്ക് കുറേ കാര്യങ്ങൾ വരാൻ കിടക്കണുള്ളൂ. അപ്പോൾ ഷെരീഫക്ക ഡിലീറ്റ് ചെയ്ത് വാലും പൊക്കി ഓടി പറഞ്ഞാൽ ആ ചാറ്റ് അങ്ങനെ പോയി എന്നാണോ? അല്ലടാ മോനെ മുത്തുമണി, ഇവിടെ ഉണ്ട് ചാറ്റൊക്കെ. ഇവിടെ ഉണ്ട്. ഷാജിത്താത്താനോട് 2 മണി വരെയും 3 മണി വരെയും ചാറ്റ് ചെയ്തല്ലേ? ആ സംഭവങ്ങളൊക്കെ ഷാജിത്താത്ത ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നീ ഒരു ഇൻഫ്ലുവൻസർ യൂട്യൂബറൊക്കെ അല്ലേ? അപ്പോൾ ചാറ്റ് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തിനീ പണി? അവനോൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കുക. ഇനിയെങ്കിലും പണിക്ക് പോയി കുടുംബം നോക്കാൻ പഠിക്കുക. മറ്റുള്ള ആണുങ്ങളുടെയും കൂടി വില കളയണ്ട. സത്യം പറഞ്ഞാൽ നിൻ്റെ ഉപ്പാൻ്റെ വില നീ തന്നെ കളയണം. അയാൾ, ആ മനുഷ്യൻ ഈ പ്രായത്തിലും പണിയെടുത്തിട്ട് കുടുംബം നോക്കുന്നുണ്ട്. അതാണ് അതിശയം. ഡ്രൈവർ പണിക്ക് പോയിട്ടാണെങ്കിലും അയാൾ കുടുംബം പോയിട്ടുണ്ട്. പറയണേ, പോത്തുപോലെ വളർന്നാൽ നീയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വയസ്സാം കാലത്ത് വാപ്പാക്കും ഉമ്മാക്കും വീട്ടിലിരുന്ന് തിന്നാനുള്ള യോഗമില്ല. കാരണം എന്താണ്? ഇതാണ്. അപ്പോൾ എല്ലാ ചാറ്റും നിങ്ങൾ കാണണം. ഷെരീഫ് ഖാൻ്റെ നമ്പർ തന്നത്, ഷെരീഫ് ഖാനക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങനെ ഷെരീഫ് ഖാൻ ഭയങ്കരമായിട്ട് എന്നോട് ചറ്റി. പിന്നെ ഷെരീഫ് ഖാൻ്റെ ഫസ്റ്റ് മുതലുള്ള ചാറ്റ് ഷെരീഫ് ഖാൻ ഇവിടെ തന്നെ ഉണ്ട്. ഷെരീഫ് ഖാൻ, ഓക്കെ ഷെരീഫ് ഖാൻ, ബൈ, സീ യു. ചാറ്റ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടോ? അതേപോലെ ഷാജിദ ഷെരീഫിനെ വെല്ലുവിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ 2025 നടന്ന എന്താ പറയുക, ഓഗസ്റ്റോ ഏതൊരു മാസത്തിലുള്ള അത് വരെയുള്ള ചാറ്റാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പം ഷാജിദും ഷെരീഫും തമ്മിൽ നല്ല പത്തിൻ്റെ പേരിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഷെരീഫ് ഡിലീറ്റ് ചെയ്ത് അപ്പോഴേക്കും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചതാണ് കേട്ടോ പറഞ്ഞത്. ഏതായാലും എന്താ പറയുക, എത്ര ഫ്രണ്ട്ഷിപ്പും എത്ര നല്ല സൗഹൃദങ്ങളായാൽ പോലും ഒരു എന്താ പറയുക, തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതുവരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ലൈവിൽ തെളിവ് സഹിതം പുറത്ത് കൂടാണ്. അത്ര നല്ല ഏർപ്പാടല്ല, എന്നാലും ഒരു തെളിവിന് വേണ്ടി സാധ്യത എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ചാറ്റിങ്ങിനോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെന്താ പറയുക, ഇപ്പോൾ ഷെരീഫും ഷാജിദയും എന്താ പറയുക നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഫത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നല്ലത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനെതിരെ ഷാജിദ ഈ റെക്കോർഡിങ് ചാറ്റിങ് പുറത്ത് വിട്ടപ്പോൾ എന്താ പറയുക, അതിനെതിരെ ഒരു വീഡിയോസ് ഒരു ഷോർട്സുമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷെരീഫ്. നിങ്ങളെല്ലാവരും കണ്ടിക്കണമെന്നറിയില്ല, ഷെരീഫിൻ്റെ ചാനലുണ്ട് കേട്ടോ.
പോയി കാണുക. അപ്പോൾ എന്താ പറയുക, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷെരീഫ് രംഗത്ത് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് സാജിദ വരും. അപ്പോൾ എന്താ പറയുക, നല്ല സൗഹൃദങ്ങൾ നല്ല നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾ നല്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഒരു സമയത്ത് തെറ്റുമ്പോഴാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പുറത്തേക്ക് വരാനൊരു സാഹചര്യം ഇരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പം ഇനി അതിന് മറുപടി എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പം എന്താ പറയുക, എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുള്ള് വാച്ച് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.